വയനാട് ദുരന്തത്തിൽ മരിച്ചവർക്ക് ആദരാഞ്ജലി അർപ്പിച്ച് നിയമസഭ. വയനാട്ടിലുണ്ടായത് സമാനതകളില്ലാത്ത മഹാദുരന്തമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. 1200 കോടിയുടെ നഷ്ടമാണ് വയനാട്ടിലുണ്ടായത്. ശാസ്ത്രീയ ഭൂവിനിയോഗം, അപകട മുന്നറിയിപ്പ് സംവിധാനങ്ങൾ തുടങ്ങിയവ നടപ്പിലാക്കും. ദുരന്തത്തെ അതിജീവിച്ചവർക്ക് സുരക്ഷിതമായ ജീവിതം പുനഃസ്ഥാപിക്കുന്നതിന് സർക്കാർ നടത്തുന്നത് അശ്രാന്ത പരിശ്രമമാണെന്നും മുഖ്യമന്ത്രി പറയുന്നു. 2024 ജൂലൈ 30 പുലർച്ചെ വയനാട് ജില്ലയിലെ മേപ്പാടി പഞ്ചായത്തിൽ മുണ്ടക്കൈ ചൂരൽമല പ്രദേശത്തുണ്ടായ ഉരുൾപൊട്ടൽ സമാനതകളില്ലാത്ത മഹാദുരന്തമാണ് സൃഷ്ടിച്ചത്. ശാസ്ത്രീയമായ ഭൂവിനിയോഗം സാധ്യമാക്കുന്നതിനും അപകട സൂചന മുൻകൂട്ടി നൽകുന്നതിനുള്ള പ്രാദേശിക സംവിധാനങ്ങൾ സജ്ജമാക്കുന്നതിനും ശ്രദ്ധ കേന്ദ്രീകരിക്കുകയാണ് സംസ്ഥാന സർക്കാർ. ദുരന്തത്തെ അതിജീവിച്ചവരെ ചേർത്ത് പിടിച്ചുകൊണ്ട് അവർക്ക് കൂടുതൽ മെച്ചപ്പെട്ടതും സുരക്ഷിതവുമായ ഒരു ജീവിതം പുനഃസ്ഥാപിച്ചു നൽകാനുള്ള അശ്രാന്ത പരിശ്രമത്തിലാണ് സംസ്ഥാന സർക്കാർ ഇപ്പോൾ ഏർപ്പെട്ടിരിക്കുന്നത്. ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ സമയബന്ധിതമായി പൂർത്തിയാക്കണമെന്ന് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ ആവശ്യപ്പെട്ടു. പുനരധിവാസം രാജ്യത്തിന് മാതൃകയാകണം. താൽക്കാലിക സഹായം പോലും നൽകാത്ത കേന്ദ്ര നടപടിയെ വിമർശിച്ച സതീശൻ കേരളം ആവശ്യപ്പെടുന്നത് സമഗ്ര പുനരധിവാസ പാക്കേജാണെന്നും വ്യക്തമാക്കി. നമുക്ക് ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ മന്ദഗതിയിലാകരുത്. നമ്മൾ കുറെ കൂടി വേഗത്തിലാകണം. ഇതൊരു മാതൃകാപരമായ ഒരു ദുരിതാശ്വാസ പ്രവർത്തനമായി, ഒരു റീഹാബിലിറ്റേഷൻ പ്രോസസ്സായി മാറണം. രാജ്യത്തിന് മുഴുവനുള്ള ഏറ്റവും മാതൃകാപരമായ ഒരു പ്രവൃത്തിയായി നമ്മളൊരു കമ്മ്യൂണിറ്റി ലിവിങ്ങിനെ കുറിച്ചും ടൗൺഷിപ്പിനെ കുറിച്ചും ഒക്കെയുള്ള വിശാലമായ ആലോചനകൾ നമ്മുടെ ഭാഗത്തുണ്ട്. എന്നാൽ കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തിന് ശേഷം നമ്മൾ വലിയ ഒരു സഹായം ഉണ്ടാകും എന്ന് പ്രതീക്ഷിച്ചു. ദൗർഭാഗ്യകരമെന്ന് പറയട്ടെ, ഇതുവരെ ഒരു താൽക്കാലികമായ ഒരു അലോക്കേഷൻ പോലും, ഒരു സ്പെഷ്യൽ ഫിനാൻസ് പാക്കേജാണ് നമ്മൾ പ്രതീക്ഷിച്ചത്. താൽക്കാലികമായ ഒരു അലോക്കേഷൻ പോലും നമുക്കുണ്ടായില്ല എന്നുള്ളത് ദൗർഭാഗ്യകരമാണ് എന്ന് പറയാതെ പോകാൻ നമുക്ക് വയ്യ. കേരളത്തിന്റെ ഉണങ്ങാത്ത മുറിവാണ് വയനാടെന്നും ലോകമെങ്ങും വയനാടിനൊപ്പം നിന്നതായും സ്പീക്കർ എ.എൻ. ഷംസീർ അനുശോചിച്ചു. മാധ്യമങ്ങളെയും സ്പീക്കർ വിമർശിച്ചു. ദുരന്ത സമയത്തൊപ്പം നിന്നെങ്കിലും പുനരധിവാസത്തിന്റെ വാർത്താ പ്രാധാന്യം നൽകുന്നില്ല. മുഖ്യധാരാ മാധ്യമങ്ങളിൽ നിന്ന് വാർത്ത അപ്രത്യക്ഷമായെന്നും സ്പീക്കർ കുറ്റപ്പെടുത്തി. കേരളത്തിനുണ്ടായി ഈ ഉണങ്ങാത്ത മുറിപ്പാട് നമ്മളെല്ലാം നീറ്റുന്നുണ്ട്. മഴ കനക്കുമ്പോഴെല്ലാം മനം കലക്കുന്ന ഭീതിതമായ ഓർമ്മകൾ ബാക്കിയാക്കുന്ന ഒന്നായി വയനാട് ദുരന്തം. നൂറുകണക്കിന് ജീവനുകളാണ് മണ്ണിനടിയിലായത്. ദുരന്തത്തിന്റെയും രക്ഷാപ്രവർത്തനത്തിന്റെയും വാർത്തകൾ അഭിനന്ദനാർഹമായ രീതിയിലാണ് മാധ്യമങ്ങൾ നൽകിയത്. എന്നാൽ ഊർജിതമായി നടക്കുന്ന പുനരധിവാസ പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് വിശദാംശങ്ങൾ വേണ്ടത്ര പരിഗണന ലഭിക്കുന്നില്ല എന്നത് യാഥാർത്ഥ്യമാണ്. 1 മാസം തികയുന്നതിന് മുമ്പേ ദുരന്തബാധിതരെ ക്യാമ്പുകളിൽ നിന്ന് വാസസ്ഥലമുണ്ടാക്കി പുനരധിവസിപ്പിച്ചതിന് വലിയ വാർത്തയാവേണ്ട മാതൃകാപരമായ ഒരു കാര്യമായിരുന്നു.